പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദൈവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ച് തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാസനത്തിൽ രസകരമായ സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസാണ്, കോടതി കേസ്. അപ്പോൾ വക്കീൽ പറഞ്ഞു ഈ കേസ് ഞാൻ വാദിക്കണില്ല എന്ന് പറഞ്ഞു കാരണം കേസ് തോക്കും, എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല, അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല. പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും. അപ്പം അത് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പം കേസിൻ്റെ തലേ ദിവസം അവർ വന്ന് കൃപാസനത്തിൽ ഇരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത്. നാളെ കേസാണല്ലോ. അപ്പോൾ കാര്യം അവർക്ക് ആരുമില്ല, വക്കീലും കൈയൊഴിഞ്ഞല്ല, കേസ് തോക്കും, പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 3:30 വക്കീൽ വിളിച്ചു വരാം. അപ്പം സാറേ എന്താ നാളല്ല കേസ്, ഞങ്ങൾക്കറിയാവേ, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലാണ്, നാളെ അല്ലേ കേസ്, ഞങ്ങൾക്കറിയാവേ. അപ്പോൾ വക്കീൽ പറയും അത് നാളെ അല്ല, ഇന്നാണതെന്ന്, കേസ് ഇന്നാണ്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി, കേസ് ഇന്നാ? ആ നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു, നാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ ആൾക്കാരെ നിൽക്കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചില ആരുമില്ല എന്ന് അവർ പറഞ്ഞില്ലേ. ദൈവത്തിരുസന്നിധിയിൽ